എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം അതായത് SSLC റിസൾട്ട് മെയ് 9 പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ ഈ വർഷത്തെ അതായത് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ക്ലാസ്സുകൾ ജൂൺ 2 മുതൽ അതായത് 1 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകൾ ജൂൺ 2 മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ +1 പരീക്ഷയ്ക്ക് ശേഷമുള്ള +2 ക്ലാസ്സുകളാണ് ഈ ഒരു ജൂൺ 2 മുതൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഓരോ സമയത്തെയും കാര്യങ്ങളനുസരിച്ച് ഈ ഒരു ഡേറ്റിൽ ചെറിയൊരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ആ ഒരു സമയത്തുള്ള കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചില സമയത്ത് ഈ ഒരു ഡേറ്റ് ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ ചേഞ്ച് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ക്ലാസ്സുകൾ നിലവിൽ അറിയിച്ചത് പ്രകാരം ജൂൺ 2 മുതലാണ് ആരംഭിക്കുക. അതുപോലെ തന്നെ SSLCയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് മെയ് 9 അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു മെയ് 9 ഏകദേശം രാവിലെ 11 മണിയോടെ തന്നെ വാർത്താ സമ്മേളനം നടത്തുകയും അതിനുശേഷം ഇത്ര വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, അതുപോലെ ഇത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇത്ര വിദ്യാർത്ഥികൾക്ക് A+ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത്രയാണ് വിജയശതമാനമുള്ളത്, അതുപോലെ ഇന്ന സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഇന്ന സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് ജയിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള വിവരങ്ങളും അതുപോലെ എത്ര വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും അറിയിക്കുന്നതാണ്. ഇതിനുശേഷം വിദ്യാർത്ഥികൾക്ക് SSLC റിസൾട്ട് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ്, അതായത് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ച് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വെബ്സൈറ്റിൽ വരിക. വിദ്യാർത്ഥികൾക്ക് parishavayan.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ssLC.exam.kerala.gov.in അതുപോലെ തന്നെ HI വിഭാഗമാണെങ്കിൽ, അതായത് HI എന്ന് പറയുമ്പോൾ ഹിയറിംഗ് ഇമ്പേഴ്സ് എന്നുള്ള, അതായത് ഒരു കേൾവി ശക്തിക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ ഒരു HI വിഭാഗത്തിൽപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് SSLC HI exam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ THSLCയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ SSLC HI ഉണ്ട്, അതുപോലെ തന്നെ AHSLC ഉണ്ട്. ഈ ഒരു രീതിയിൽ വിവിധ തരം SSLC വിഭാഗങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷാ പോർട്ടലുകൾ ഇവിടെ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷാഭവൻ വെബ്സൈറ്റിൽ നൽകിയത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയിട്ട് അതിൻ്റെ ആ ഒരു അഡ്രസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അഡ്രസ്സ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ പരീക്ഷാ പോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ SSLC എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ SSLC HI ആണെങ്കിൽ അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മുകളിൽ SSLC exam.kerala.gov.in എന്നുള്ള രീതിയിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വരും. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് SSLC HIയുടെ ഇത് കാണിച്ചു തരാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മുകളിലായിട്ട് കാണാം SSLC HI exam.kerala.gov.in. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് അതത് വെബ്സൈറ്റുകളുടെ ആ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതുവഴി നിങ്ങൾക്ക് റിസൾട്ട് അറിയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് result.kite.kerala.gov.in എന്ന കൈറ്റിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും. പരീക്ഷാഭവൻ വഴി വെബ്സൈറ്റ് വഴി റിസൾട്ട് അറിയുന്നത് നിങ്ങൾക്ക് ഇവിടെ parishavayan.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകളിലായിട്ട് തന്നെ റിസൾട്ട് വരും. നിലവിൽ അതിൻ്റെ റിസൾട്ടിൻ്റെ ലിങ്കുകളൊന്നും വന്നിട്ടില്ല, കാരണം റിസൾട്ട് ഈ ഒരു മെയ് 9 വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ടിൻ്റേത് നിലവിൽ വന്നിട്ടില്ല. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ ലിങ്ക്, അതായത് എങ്ങനെയാണ് റിസൾട്ടിൻ്റെ ലിങ്ക് റിസൾട്ട് പരിശോധിക്കുന്നത് നോക്കാം. ഇവിടെ SSLC പരീക്ഷ എന്ന് പറഞ്ഞിട്ട് മുകളിലായിട്ട് തന്നെയാണ് ലിങ്ക് ഉണ്ടാവും. ഇത് കഴിഞ്ഞ വർഷത്തേതാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജിലേക്ക് ഇതുപോലെ ലോഡായിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അതായത് SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗമുണ്ടാകും, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗമുണ്ടാകും. അത് കൃത്യമായിട്ട് നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ നൽകുക, അതുപോലെ നിങ്ങളുടെ ജനനത്തീയതി, അതായത് ആദ്യം ഡേ, അതുപോലെ പിന്നീട് മന്ത്, പിന്നീട് ഇയർ, ഈ ഒരു ഫോമാറ്റിൽ കൊടുക്കുക. അതിനുശേഷം വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. ഞാനിവിടെ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് രജിസ്റ്റർ നമ്പർ റിക്വയർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഒന്നും കൊടുക്കുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു, അതിനുശേഷം അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ചെക്ക് ആൻഡ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജ് വീണ്ടും റിഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇതേപോലെ തന്നെ വരുന്നത് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് ഓപ്ഷനിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെയുള്ള ഈ ഒരു റിസൾട്ട് പരിശോധിച്ച് ആ ഒരു പേജിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കൈറ്റിൻ്റെ വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കൈറ്റിൻ്റെ വെബ്സൈറ്റ്. കൈറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് result.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSLC റിസൾട്ട് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ വർഷത്തേതായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വർഷം റിസൾട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ 2025 എന്നുള്ള രീതിയിലാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും രജിസ്റ്റർ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് നൽകി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതുമാണ്. ഇനി SSLC റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു A ഗ്രേഡ് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു, എന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ D ഗ്രേഡാണ്, അത് തോറ്റിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടുമെന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾ ചെയ്യുന്നത് റീവാലേഷനായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ റീവാലേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ SSLC പരീക്ഷ കൂടി അപേക്ഷിക്കുക. കാരണം D ഗ്രേഡോ E ഗ്രേഡോ ഒക്കെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് കണക്കാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് DO EO ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റീവാലേഷന് അതുപോലെ പരീക്ഷയ്ക്കും അപേക്ഷിക്കുക. അതേസമയം നിങ്ങൾക്ക് D+ മറ്റോ ആണെങ്കിൽ നിങ്ങൾ
ഈ ഒരു സേക്ക് അപേക്ഷിക്കേണ്ട, റീവാലേഷന് മാത്രം അപേക്ഷിച്ചാൽ മതി. കാരണം ഓൾറെഡി പാസ്സാണ്. ഡിഒ ഇഒ ഒക്കെ ആണെങ്കിലാണ് അത് തോറ്റതായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ടാണ് സേക്ക് കൂടി അപേക്ഷിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ D+ഓ അതിന് മുകളിലുള്ള മറ്റേതെങ്കിലും ഗ്രേഡുകളോ, അതായത് ജയിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഗ്രേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും റീവാലേഷൻ കൊടുക്കുക. റീവാലേഷൻ 400 രൂപയാണ് ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ റീഫണ്ട് ആയിട്ട് തിരികെ കിട്ടും. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഫോട്ടോ കോപ്പിക്ക് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും റീവാലേഷനായിട്ട് അപേക്ഷിക്കുക. 400 രൂപയാണ് ഫീസ്. ഗ്രേഡ് മാറ്റം ലഭിക്കുകയാണ്, അതായത് ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ, അതായത് 400 രൂപ തിരികെ റീഫണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ഉറപ്പായിട്ടും ഈ ഒരു സേ പരീക്ഷ കൂടി അപേക്ഷിക്കുക. D+ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കാരണം D+ഓ അല്ലെങ്കിൽ CO C+ ഒക്കെ ആണെങ്കിൽ അത് ജയിച്ചതാണ്. എന്നാൽ DO EO ഒക്കെ ആണെങ്കിൽ നിങ്ങൾ റീവാലേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ഈ ഒരു സേ പരീക്ഷ കൂടി, അതായത് SSLC സേ പരീക്ഷ കൂടി അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.